ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ദേവ്സ് യൂട്യൂബ് വേൾഡ്. നമുക്കിന്നൊരു ചിക്കൻ കറി തയ്യാറാക്കാം. എങ്ങനത്തെ ചിക്കൻ കറിയാണെന്ന് ചോദിച്ചാൽ തേങ്ങ വറുത്തരച്ചൊരു രുചികരമായ ചിക്കൻ കറി തയ്യാറാക്കാം. അപ്പോൾ അതിന് ആദ്യം ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആദ്യം ഇടാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഏലക്കയാണ്. 4-5 ഏലക്ക ഇടണം. ഒത്തിരി ആവശ്യമില്ല. അതിനുശേഷിട്ട് ഗ്രാമ്പുവാണ്, അതും 4 മാത്രമേ ഇട്ടിട്ടുള്ളൂ. പൊടിച്ചതല്ല, മുഴുവനായിട്ട് തന്നെയാണ് ഇട്ടത്. പിന്നെ വേണ്ട എന്താണെന്ന് വെച്ചാൽ തേങ്ങയാണ്. തേങ്ങ വറുത്തരച്ച ചിക്കൻ കറിയല്ലേ, അപ്പോൾ തേങ്ങയാണ് വേണ്ടത്. തേങ്ങ കുറച്ച് കൂടുതൽ വേണം. നിങ്ങൾ എത്രയാണോ ചിക്കൻ എടുക്കുന്നത് അതിൻ്റെ അളവനുസരിച്ച് തേങ്ങ എടുക്കുക. ഇപ്പോൾ 1 കിലോ എടുക്കുകയാണെങ്കിൽ 1 തേങ്ങ എടുക്കുക, 1/2 കിലോ എടുക്കുകയാണെങ്കിൽ പകുതി മതി. തേങ്ങ ഇടുന്നതനുസരിച്ച് ടേസ്റ്റ് കൂടും കേട്ടോ. പിന്നെ കൊളസ്ട്രോൾ ഉള്ളവർ തേങ്ങ കൂടുതൽ കഴിക്കേണ്ട കാര്യമില്ല. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. തേങ്ങയുടെ കളറ് മാറുന്ന അത്രയും ടൈം നമുക്ക് വറുത്തെടുക്കണം. പിന്നെ ഏകദേശം തീയലിന് വറുത്തെടുക്കത്തില്ലേ, അതേ രീതിയിൽ വേണം. ഉള്ളി തീയലിന് വറുത്തെടുക്കുന്ന അതേ രീതിയിൽ വേണം ഇത് വറുത്തെടുക്കാൻ. നന്നായിട്ടൊന്ന് തേങ്ങ നമുക്ക് വറുത്തെടുക്കാം. ഇനി ചേർക്കാനുള്ളത് കുറച്ച് കുരുമുളക് പൊടിയാണ്. ഇനിയിപ്പോൾ 1.25 സ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. ടേസ്റ്റിന് വേണമല്ലോ നമ്മൾ കുരുമുളക്, പിന്നെ കുറച്ച് എരിവിന്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം വരുന്നത് 1.25 അല്ലെങ്കിൽ 2 സ്പൂൺ, മാക്സിമം 2-2.25, അതിനപ്പുറം പോകാതിരിക്കുന്നതാണ് നല്ലത്. കുരുമുളക് ഒത്തിരി എരിവായാൽ നമുക്ക് പറ്റത്തില്ല. ആവശ്യത്തിന് മതിയല്ലോ. അപ്പോൾ അതിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നല്ല തേങ്ങയുടെ എല്ലാ ഭാഗത്തും കുരുമുളക് പൊടി ചേർത്തുള്ളൂ. നന്നായിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. തേങ്ങ ഒരു ക്രിസ്പി ടൈപ്പിൽ കിട്ടണം. പിന്നെ ഇത് ലോ ഫ്ലെയിമിലേ ചെയ്യാവൂ. ഗ്യാസ് ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലാണ് ചെയ്തിരിക്കുന്നത്. അതിൽ മാത്രമേ ചെയ്യാവൂ. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, പെട്ടെന്ന് കരിഞ്ഞു പോകും. ആയിട്ട് ഏകദേശം ആയി കഴിഞ്ഞല്ലോ, കണ്ടോ ആ കളർ ചേഞ്ച് മാറി വരുന്നുണ്ട്. തേങ്ങയുടെ കളർ ഏകദേശം മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാനുള്ള കറിവേപ്പിലയാണ്. കറിവേപ്പില കുറച്ച് കൂടുതൽ വേണം കേട്ടോ. കറിവേപ്പിലയ്ക്ക് ഒത്തിരി ഗുണങ്ങളുണ്ട്, നമുക്കറിയാം. അപ്പോൾ കഴിക്കുന്നതനുസരിച്ച് ആ ഗുണം നമുക്കും കിട്ടുമല്ലോ. അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ ആഡ് ചെയ്യും. പിന്നെ ടേസ്റ്റ് കിട്ടാൻ കറിവേപ്പില നല്ലതാണ്. രണ്ടും നല്ല മുരിഞ്ഞ് കിട്ടാൻ ക്രിസ്പി ടൈപ്പ് ആകുന്നത് വരെ നമുക്ക് കറിവേപ്പിലയും തേങ്ങയും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ തേങ്ങ ഏകദേശം റെഡിയായി. ഇനി നമുക്കിതിലേക്ക് മല്ലിപ്പൊടി ചേർക്കാം. മല്ലിപ്പൊടി ഞാനിപ്പോൾ 1.25 സ്പൂൺ ചേർത്തിട്ടുണ്ട്. എല്ലാ പൊടികളും ചേർത്തതിന് ശേഷം മാത്രമേ നമുക്ക് തേങ്ങ എടുക്കാൻ പറ്റത്തുള്ളൂ. കാരണം വറുത്തരച്ച ചിക്കൻ കറിയല്ലേ. അപ്പോൾ അതിന് ശേഷം നമുക്കിനി വേണ്ടത് മുളക് പൊടിയാണ്. മുളക് പൊടി ഞാനിപ്പോൾ 2 സ്പൂൺ എടുക്കുന്നുണ്ട്. ഒത്തിരി എരിവ് ഇവിടെ ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ ഞാൻ 2 സ്പൂണേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് എരിവ് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ മുളക് പൊടി ചേർക്കാം. അപ്പോൾ മുളക് പൊടി ഞാൻ ചേർത്തു. ഇനി നമുക്ക് എല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് വറുത്തെടുക്കാം. തേങ്ങയും മല്ലിപ്പൊടിയും മുളക് പൊടിയും എല്ലാം കൂടെ ചേർത്ത് വറുത്തെടുത്താൽ മാത്രമേ എല്ലാം കൂടെ കൂട്ടായിട്ട് നമുക്ക് അരയ്ക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ കുറച്ച് നേരം ഒന്ന് വറുത്തെടുക്കാം. അതിനുശേഷം നമുക്ക് ചേർക്കാനുള്ളത് മഞ്ഞൾപ്പൊടിയാണ്. ഞാൻ 1 സ്പൂണ് വരുന്ന രീതിയിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമുക്കൊന്ന് വറുത്തെടുക്കാം. എല്ലാ പൊടികളും കൂടെ ചേർത്ത് വറുക്കുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ തേങ്ങയിലിട്ടെല്ലാം വറുത്തെടുക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. തേങ്ങ എണ്ണയാണ് ഞാൻ ചേർത്തേക്കുന്നത്. 4-5 സ്പൂൺ വരുന്ന രീതിയിൽ തേങ്ങ എണ്ണ ഞാൻ ചേർത്തിട്ടുണ്ട്. ഒത്തിരി ചേർക്കേണ്ട, അത്രയും മതി. തേങ്ങയിൽ തന്നെ എണ്ണയുണ്ട്, അതുകൊണ്ട് അത്രയും മതി ടേസ്റ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനെല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് വറുത്തെടുക്കാം. തേങ്ങയിൽ എണ്ണ പിടിക്കണം കേട്ടോ, കുറച്ചുകൂടെ ആ രീതിയിൽ കുറച്ച് സമയം എടുത്ത് തന്നെ നമുക്കിത് വറുത്തെടുക്കാം. അപ്പോൾ തേങ്ങ റെഡി ആയിട്ടുണ്ട്. ഇതേ കണ്ടല്ലോ, തേങ്ങ എണ്ണയാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ടാണ് വീണ്ടും ആ ബോട്ടിൽ കാണിക്കുന്നത് കോക്കനട്ട് ഓയിലാണ്. തേങ്ങയും എണ്ണയും നന്നായിട്ട് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തു. അതിലേക്ക് വറുത്ത് വെച്ച എല്ലാ തേങ്ങയും അതിലേക്ക് ഇടാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ വെള്ളം ചേർത്ത് തന്നെ നന്നായിട്ട് അരച്ചെടുക്കണം, അല്ലാതെ അരയത്തില്ല. അപ്പോൾ ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ. അതിനുശേഷം ഞാൻ ഒരു ഉരുളി എടുത്ത് വെച്ചു. കുരുവെള്ള പാത്രമായിരിക്കുമല്ലോ എപ്പോഴും ചിക്കൻ കറി വയ്ക്കാൻ നല്ലത്. വെള്ളം മാറിയിട്ടില്ല, എന്നാൽ മാത്രമേ നമുക്ക് എണ്ണ ഒഴിക്കാൻ പറ്റൂ. അപ്പോൾ കുറച്ച് വെള്ളം മാറാതെ വെയിറ്റ് ചെയ്യാം. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. തേങ്ങ എണ്ണയാണ് ഞാൻ ഒഴിച്ചേക്കുന്നത്. ആവശ്യത്തിന് മാത്രം മതി, ഒത്തിരി വേണ്ട കേട്ടോ എണ്ണ. അപ്പോൾ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തു. ഇനി അതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് പെരുംജീരകമാണ്. അത് എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കാം.
ഒരു മണം വരണമല്ലോ, പെരുംജീരകത്തിന് മണം വരുന്നതുപോലെ നമുക്ക് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇനി കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യണം. അതിനുശേഷം മാത്രമേ നമുക്ക് ബാക്കി എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് അത് ചേർക്കാൻ പറ്റൂ. അപ്പോൾ ഏകദേശമായിട്ടുണ്ട്. പെരുംജീരകം എണ്ണയുമായിട്ട് ചേർന്ന് കിട്ടിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ചിക്കൻ ടേസ്റ്റി ആയിട്ട് കിട്ടത്തുള്ളൂ. ഞാൻ ഉള്ളി എടുത്തു. അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയാണ്. അത് തീരെ വലുതുമല്ല ചെറുതുമല്ലാത്ത രീതിയിൽ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം എണ്ണയിലിട്ട്. അപ്പോൾ ഏകദേശം കളർ ചേഞ്ച് വന്നിട്ടുണ്ട് ഉള്ളിയിലേക്ക്. ഇതിലേക്ക് ഇനി 4-5 പച്ചമുളക് രണ്ടായിട്ട് കീറി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഉള്ളി ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ്, അരച്ചു വെച്ച പേസ്റ്റ് 2-2.5 സ്പൂണ് വരുന്നത്, ഞാനിപ്പോൾ 2.5 സ്പൂണ് എടുത്തേക്കുന്നത്, അത് നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കാം. അടുത്തായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തത് തക്കാളിക്കാണ്. 4 മീഡിയം സൈസിലുള്ള തക്കാളി ഞാൻ അരിഞ്ഞു വെച്ച് ചേർത്ത്. എപ്പോഴും ഉള്ളിയും തക്കാളിയും പച്ചമുളകും നല്ലൊരു കോമ്പിനേഷനാണല്ലോ എല്ലാത്തിലും, ടേസ്റ്റിയാണ്. അതുകൊണ്ട് കുറച്ച് കൂടുതൽ അത് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പില. പിന്നെ ഏതൊരു ആഹാര പദാർത്ഥത്തിനും കറിവേപ്പില ചേർക്കുന്നത് അത്രയും ഒരു രുചിയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതലായിട്ട് ഞാൻ കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. നേരത്തെ ഇതുവരെ ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ അത് ചേർത്തിട്ടുണ്ട്. ഉപ്പിൻ്റെ അളവ് നമുക്കറിയാമല്ലോ, അത് പറയേണ്ട കാര്യമില്ല. പാചകം ചെയ്യുന്ന എല്ലാവർക്കും ഉപ്പിൻ്റെ അളവ് അറിയാം. ഞാനിപ്പോൾ 1.25 സ്പൂൺ ഉപ്പ് എന്തായാലും ചേർത്തിട്ടുണ്ട്. ഇനി ഇതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരച്ചു വെച്ച കൂട്ട്, തേങ്ങ അരച്ചു വെച്ച കൂട്ട് നേരത്തെ കണ്ടല്ലോ, ഇതേ രീതിയിൽ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. വറുത്തരച്ച ചിക്കൻ കറിയല്ലേ, അപ്പോൾ ആവശ്യത്തിന് തേങ്ങ കുറച്ച് കൂടുതൽ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇത്രയും തേങ്ങയുടെ ആവശ്യമില്ലെങ്കിൽ വേണ്ട, കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം കൂടെ ചേർന്ന് കൂട്ട് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം എത്രയാണോ വേണ്ടത് ആ രീതിയിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1.5 ഗ്ലാസ് വരുന്ന വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൂട്ട് മാത്രം ഒന്ന് കുറച്ച് നേരം ഒന്ന് തിളക്കണം കേട്ടോ. തിളച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റൂ. നന്നായിട്ട് തിളച്ചിട്ടില്ല, ആവശ്യത്തിന് തിളച്ചിട്ടുള്ളൂ. അപ്പം ഞാനിതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തു. വെള്ളവും കൂട്ടും കൂടുതലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചിക്കൻ വേകാൻ പറ്റൂ. അത് പോരായിട്ട് ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ നമുക്കിതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കുറച്ച് നേരം കൂടെ നമുക്കിത് തിളപ്പിക്കാം. അടച്ചു വെച്ച് തന്നെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. നമുക്കൊന്ന് എടുത്ത് നോക്കാം. കണ്ടോ, നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ തിള വന്നിട്ടുണ്ട്. എണ്ണയും ഇതുമായിട്ട് നല്ല സെപ്പറേറ്റായിട്ട് നിൽപ്പുണ്ട്. അടിയിലൊന്നും പിടിച്ചിട്ടില്ല, കാരണം വെള്ളം കൂടുതൽ ചേർത്തിട്ടുള്ളതുകൊണ്ട് കൂട്ട് അടിയിൽ പിടിച്ചിട്ടില്ല. തേങ്ങയായതുകൊണ്ട് പെട്ടെന്ന് ചിലപ്പോൾ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്, കരിഞ്ഞു പോകാൻ. അപ്പോൾ അതൊന്നും സംഭവിച്ചിട്ടില്ല. ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നല്ല രീതിയിൽ കൂട്ട് റെഡിയായി. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള എന്താണ്, നമ്മൾ വാഷ് ചെയ്ത് വെച്ച ചിക്കനാണ്. അപ്പോൾ നമുക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ഓരോ പീസായിട്ട് നമുക്കിതിലേക്ക് ഇടാം. ചിക്കൻ എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനും കൂട്ടുമായിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഒരുമിച്ച് ചേർത്ത് വെക്കാം. അപ്പോൾ ചിക്കൻ എപ്പോഴും അടിയിലും കൂട്ട് പുറത്തു വന്ന രീതിയിൽ വേണം എപ്പോഴും വെക്കാൻ. ആ രീതിയിൽ നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. വേറൊന്നും കൊണ്ടല്ല, ചിക്കൻ വേകാൻ വെള്ളം ആവശ്യമാണ്. കൂട്ട് ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് കഴിക്കാനും പറ്റും. അപ്പോൾ വെള്ളം കൂടുന്നതനുസരിച്ച് ചിക്കൻ വേവും. അടുത്തെന്താ, ഞാൻ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തത്. നേരത്തെ 1.25 സ്പൂൺ ഉപ്പേ ചേർത്തിട്ടുണ്ടായിരുന്നു. ഈ ചിക്കൻ ഇട്ടതിന് ശേഷം ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തു. നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ചിക്കനും കൂട്ടും കൊണ്ട് ചേരട്ടെ, അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം.
ചിക്കനും കൂട്ടും കൂടെ റെഡിയാക്കി വെച്ചു. ഇനി നമുക്കിത് കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കാം. വേവാൻ കുറച്ച് സമയം എടുക്കും, കാരണം ചിക്കൻ വേവിച്ചെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെന്ത് കിട്ടാൻ കുറച്ച് സമയം എടുക്കും. ഹൈ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചേക്കുന്നത്. കുറച്ച് സമയം എടുത്ത് നമുക്ക് വേവിക്കാം. ഇതേ കണ്ടോ, ഇന്നത്തെ വറുത്തരച്ച ചിക്കൻ കറി ആ കൂട്ടും ചിക്കനും എണ്ണയായിട്ട് ഇങ്ങനെ സെപ്പറേറ്റായിട്ട് നിൽക്കുകയാണ്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. എന്താ പറയുക, തേങ്ങ അരച്ച് ചിക്കൻ കറി ആയതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റുമാണ്. ഇന്നത്തെ നാടൻ വറുത്തരച്ച ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു സാധനം കൂടെ ചേർത്താൽ മതി ചിക്കൻ കറി ടേസ്റ്റി ആയിട്ടുള്ളൂ. എന്താണ്? മല്ലിയില. ചെറുതായിട്ട് പീസായിട്ട് വെച്ച മല്ലിയില ഞാൻ അരിഞ്ഞതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മല്ലിയിലയുടെ മണവും ആ ഒരു ടേസ്റ്റും കൂടെ ചിക്കൻ കറിയിൽ കിട്ടണ്ടേ, അതും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ചിക്കൻ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമല്ലോ. ഫസ്റ്റ് ടൈമാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.